ഇവിടെ വരെയെങ്കിലും എത്തും എന്നും പറഞ്ഞ് യൂട്യൂബ് തുടങ്ങിയ ഒരാളെ അല്ലാതെ. എത്ര രൂപ കിട്ടി? ലക്ഷങ്ങളോ? എന്നാ മോണിറ്റൈസ്ഡ് ആയത്? എന്താ പറയാഞ്ഞ്? പൈസ കിട്ടാൻ തുടങ്ങിയപ്പോ അവള് ജാട കണ്ടില്ലേ? അവള് യൂട്യൂബ് തുടങ്ങിയേക്കുന്നു. ശരിക്കും മോണിറ്റൈസ്ഡ് ആയോ? ഈ യൂട്യൂബിൽ നിന്നൊക്കെ എന്നാ കിട്ടാനാ? ഒന്നും കിട്ടത്തില്ല. റിവീലിംഗ് ദ സ്റ്റോറി. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്കുള്ള ഒരു ഡൗട്ടിന്റെ ക്ലിയറൻസ് വീഡിയോ ആണ്. അപ്പൊ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, നിങ്ങൾ പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും. അതായത് ഇപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 8 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ 3K പ്ലസ് ഫാമിലി നമുക്ക് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടോ എന്നതാണ് ഡൗട്ട്. ഇപ്പൊ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എത്രയാണ് റവന്യൂ കിട്ടുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയും മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. പറയുമ്പോൾ നമുക്ക് 3K പ്ലസ് ഫാമിലി ആണ് നമ്മൾ, പക്ഷെ നമ്മുടെ ഇതുവരെ നമ്മൾ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല നമ്മുടെ ചാനല്. അപ്പം ഞാൻ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബ്രേക്ക് വന്നായിരുന്നു. നിങ്ങൾക്കറിയാം, എനിക്ക് പല ചാനൽസും തുടങ്ങിയിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്കറിയാം. നിങ്ങൾ കാണുന്നവർ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ഷോർട്സിന് കിട്ടുന്ന അത്രയും വ്യൂസ് ലോങ് വീഡിയോസിന് കിട്ടാറില്ല. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഒരുവിധം മോണിറ്റൈസ്ഡ് ആക്കി എത്തിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു ലോങ് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. എനിക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ വ്യൂസ് കുറയുന്നു അങ്ങനത്തെ. പിന്നെ ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താണ് ആ ഒരു പഴയ രീതിയിലേക്ക് ഒരുവിധം എത്തിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ പറയാനുണ്ടെങ്കിലും എനിക്ക് മോണിറ്റൈസ്ഡ് ആവാത്തതിൽ ഇപ്പൊ വിഷമം എന്നൊക്കെ ചോദിച്ചാൽ നല്ല രീതിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു 8 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഇപ്പൊ തന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആകും. എനിക്കറിയാം 1 ഇയർ 2 ഇയർ 3 ഇയർ ആയിട്ടും മോണിറ്റൈസ്ഡ് ആവാത്ത ചാനൽസ് ഉണ്ട്. എനിക്കറിയാം നിങ്ങൾ പലരും അങ്ങനെയുള്ളവരായിരിക്കും. അപ്പോ ഞാൻ പറയാതെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാനുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മതി, നമുക്ക് എന്തായാലും അതിനൊരു ഫലം കിട്ടും. എനിക്കൊരു ഉറപ്പുണ്ട്. എൻ്റെ ചാനല് ഞാനൊരു എയിം വെച്ചിരിക്കുന്ന ഒരു 4-5 മാസത്തിനുള്ളിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്രയും കണ്ടന്റ് വാല്യുള്ള ഐറ്റം ആയിരിക്കണം ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം കുറേ പേര് എൻ്റെ അടുക്ക പേഴ്സണലിയും അല്ലാണ്ടും ഒക്കെ ചോദിച്ചൊരു കാര്യമാണ് ചാനൽ മോണിറ്റൈസ്ഡ് ആയോ എന്നുള്ളത്, അതായത് റവന്യൂ കിട്ടാൻ തുടങ്ങിയോ എന്നുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയി. ഇങ്ങനെ കുറേ പേർക്ക് തോന്നും ഇപ്പം യൂട്യൂബിനെ പറ്റി അങ്ങനെ അറിവുള്ളവരായിരിക്കണം എന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് തന്നെ യൂട്യൂബിന് പൈസ കിട്ടും അങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് തന്നെ അമ്മയ്ക്ക് മനസ്സിലായി. അതേപോലെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അപ്പം സംഭവം മോണിറ്റൈസ്ഡ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ്, അതായത് ഇത്ര ലക്ഷം അല്ലെങ്കിൽ 3 മില്യൺ ഇത് കഴിയുമ്പോഴത്തേക്കും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുന്നല്ലോ. കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് അതിന്. അതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ പിന്നീട് നമുക്ക് റവന്യൂ കയറി തുടങ്ങും, പൈസ കയറി തുടങ്ങും. അത് തന്നെയാണ് സംഭവം. ഇപ്പൊ എന്നെ കാണുന്നവർ മിക്കവരും ആണെങ്കിൽ ഇപ്പൊ വിചാരിക്കായിരിക്കും ഓക്ക് പൈസയൊക്കെ ആയില്ലേ, പൈസയുടെയൊക്കെ അഹങ്കാരമൊക്കെ ആയിരിക്കും. സത്യമായിട്ട് എനിക്ക് പൈസ ആയിട്ടില്ല. ഇത് ഇത്രയും നാളായിട്ടും എനിക്ക് മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. ഇപ്പം എനിക്കിപ്പോ മനസ്സിലായി ഇതിൻ്റെയോട് നമ്മളിപ്പം യൂട്യൂബിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞു തരുവാണ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഈ സംഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. ഇപ്പൊ ഇന്നിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഇടാനായിട്ടാണെങ്കിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എന്തുവാ പറയുന്നത് ഇങ്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് നടക്കില്ല. ഞാൻ പറയാനുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 100% ഉറപ്പാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഫുഡ് ബ്ലോഗായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞാൻ വിചാരിച്ചു മിനി ബ്ലോഗ് ഡെയിലി ബ്ലോഗ് ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പം അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ടന്റ്. ഫുഡൊക്കെ ഒരു സൈഡിലോട്ട് മാറി ഇപ്പം മിനി ബ്ലോഗ് ഡെയിലി ബ്ലോഗ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ മിനി ബ്ലോഗും ഡെയിലി ബ്ലോഗും കണ്ട് മടുത്തെങ്കിൽ, ഷോർട്സിൽ കണ്ട് മടുത്തെങ്കിൽ നിങ്ങളൊന്ന് പറയണം. അല്ലാണ്ട് എനിക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഷോർട്സിലൊക്കെ വന്നിട്ട് ഹാർട്ടൊക്കെ കമ്മി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ ഭയങ്കര സപ്പോർട്ടാന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. എൻ്റെ അടുക്ക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കണ്ടന്റ്സ് നമുക്ക് മാറ്റി ട്രൈ
ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ അല്ലറ ചില കുറെ കണ്ടന്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് വലിയ റെസ്പോൺസ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. എനിക്ക് കൂടുതലും എൻ്റെ ഫുഡ് ബ്ലോഗ് അല്ലെങ്കിൽ മിനി ബ്ലോഗിനൊക്കെയാണ് കൂടുതലും വ്യൂസ് എനിക്ക് ഷോർട്സിൽ കിട്ടാറ്. അതുകൊണ്ടാണ് ഞാൻ പൊതുവെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഇൻസൈറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി ലൈക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടത് അതാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇനി ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് കുറേ അധികം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഇവർ കുറച്ച് സപ്പോർട്ട് തരുമെന്ന് വിചാരിച്ചാൽ ആ ആൾക്കാരൊന്നും എനിക്ക് അങ്ങനെ സപ്പോർട്ടില്ല. എന്നാൽ ആരാണെന്നൊന്നും എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമില്ല. അവരൊന്നും എനിക്ക് സപ്പോർട്ടില്ല. പക്ഷെ ഞാൻ എവിടെയാണോ എനിക്ക് ഇവരൊന്നും എന്നെ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല, ഇവർക്കൊക്കെ പുച്ഛമായിരിക്കും എന്ന് വിചാരിച്ചാൽ അവരാണ് കറൻലി ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയത്തില്ലേ, അത് കറക്റ്റ് ആയിരുന്നു എൻ്റെ കാര്യത്തിൽ. അങ്ങനെയുള്ളവരായിരുന്നു എനിക്ക് ഭയങ്കര സപ്പോർട്ട്. എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ കുറച്ച് നാട്ടുകാരായിക്കോട്ടെ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അല്ലാത്ത ഇതിൽ കുറച്ച് പേര് വിടുമല്ലോ. പിന്നെ ഫാമിലിയിലൊക്കെ തന്നെയാണെങ്കിലും എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഞാൻ പറയത്തില്ല. എൻ്റെ അമ്മയ്ക്കും ചേട്ടനും ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ കുറച്ച് പേര് കാണും, അതേപോലെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കുറച്ച് പേരൊക്കെ കാണും. അങ്ങനെ എൻ്റെ കസിൻസ് കാണും കേട്ടോ. എൻ്റെ കസിൻസിനൊക്കെ എൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അവർ കാണും. അത് ഇൻസ്പയർ ആയിട്ട് എൻ്റെ കുഞ്ഞ് കസിനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും സപ്പോർട്ട് കിട്ടും, അതായത് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ചാനൽ തുടങ്ങരുത്. നമ്മൾ സപ്പോർട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ഓരോ വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർക്ക് ഇൻസ്പയർഡ് ആയിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മളെ പറയാം ചെയ്യുന്നേ പൊളിക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെറുതെയാണ്. നമ്മുടെ ഇവിടെ നിന്ന് ചിരിച്ച് കാണിച്ചിട്ട് അവിടെ പോയി കുറ്റം പറയുന്ന മീൻസ് പൊതുവെ അങ്ങനെ തന്നെയാണ്. മീൻസ് അവർക്ക് നമ്മൾ നന്നായി കാണുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു കഴിവുണ്ട് അത് ബിൽഡ് ചെയ്ത് വരുമോ എന്നുള്ള പേടി കൊണ്ടാണോ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം മിനിമം ഇത് നിങ്ങളുടെ കണ്ടന്റ് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അത്രയും തന്നെ മതി. വേറെ ഒരു മനുഷ്യൻ ഇപ്പം സപ്പോർട്ട് ഇല്ലെങ്കിൽ വേണ്ട, നമ്മളെ മതി. നമ്മളിപ്പോൾ തുടങ്ങാൻ നേരത്തെ ഇപ്പോൾ നമുക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കാണുമല്ലോ ഇങ്ങനെ എടി ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എടാ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ ആൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മതി, അത് തന്നെ ധാരാളം മതി. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോട്ട് ആദ്യമായി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോഴും അപ്പം ഞാൻ എൻ്റെ റൂംമേറ്റിനോടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ആള് പറഞ്ഞു എടി നിനക്ക് ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നീ ചെയ്യും, നല്ലതാണ്, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നീ ചെയ്യും, നല്ലത് തന്നെയാണെന്നാണ് ആള് തുടങ്ങിയത്. അപ്പം ആള് പറഞ്ഞത്. അപ്പം അവിടെ വെച്ചാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞാൻ വേറൊരു നാട്ടിൽ നിന്ന് ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അവരെ ഉള്ളായിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ യൂട്യൂബൊക്കെ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മേനെ അറിഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം തന്നെ. പിന്നെ അമ്മ വഴിയെ പോകുന്നവരോടും കാണുന്നവരോടും വരുന്നവരോടൊക്കെ എനിക്ക് പൊതുവെ എനിക്ക് ഇങ്ങനെ ഒരാള്, അതായത് ഇപ്പം നമ്മൾക്കറിയാം നമുക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരാള് വരുമ്പോഴത്തേക്കും ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതേ കണക്ക് പോകുമ്പോഴത്തേക്ക് ഇവളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും ഒരു വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് വാല്യൂ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതേപോലെ തന്നെ എൻ്റെ അമ്മ ഇങ്ങനെ പലരോടും പറയുമ്പോൾ അമ്മ എന്തിനാ പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ പറയും അവർ കണ്ടു കഴിഞ്ഞാലേ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അതൊക്കെ വിട്ടുകഴിഞ്ഞു. നമ്മളിപ്പം പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള രീതിക്ക് പോട്ടെ. അങ്ങനെ ഇപ്പം ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കോളേജിൽ തന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ച് പേരൊക്കെ അറിഞ്ഞു തുടങ്ങി. പിന്നെ അതേപോലെ കുറെ പേരൊക്കെ കമന്റ്, എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഫാമിലിയിൽ കുറെ ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടങ്ങളിലാണെങ്കിലും കുറച്ച് പേരൊക്കെ ഒരു റെസ്പെക്ട് എന്നല്ല പറയുന്നത്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അഹങ്കാരമാണ് ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അതായത് അവളൊരു യൂട്യൂബർ ആണ്, അല്ലെങ്കിൽ അവൾ നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്, ആ കണ്ണിന്ന് നമ്മളെ കാണത്തില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ലൈക്ക് റെസ്പെക്ട് എന്നല്ല, എന്താ വാക്കര് പറയുന്നത് എനിക്കറിയത്തില്ല, ആ ഒരു നമ്മളെ ഒന്ന് അതായത് ഒരു വാല്യൂ കൊടുത്ത് കാണുക എന്ന് പറയത്തില്ലേ, നമുക്കൊരു ആ ഒരു വാല്യൂ ഉണ്ട്, ആളുടെ മനസ്സിലൊരു വാല്യൂ ഉണ്ട്, അങ്ങനെ കാണണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി മെയിനായിട്ട് ഈ ചാനലിൽ തുടങ്ങിയിട്ട് പൈസ എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ ചാനലിൽ പൈസ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ പൊതുവെ എനിക്ക് ഒറ്റയ്ക്കൊക്കെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, എനിക്ക് എഡിറ്റ്
ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇതിൽ നിന്ന് റവന്യൂ കിട്ടണം എന്ന് പറഞ്ഞ് എനിക്ക് റവന്യൂ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പൊതുവെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നിന്റെ വീഡിയോസ് ഒക്കെ ഒരു ഡയറി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അതെ, ഒരു പരിധി കറക്റ്റാണ്. ഇപ്പം ഞാൻ പിന്നീട് എനിക്കിപ്പോൾ ഒരു മറുപടിയുള്ള ഒരാളാണ്. ഞാനിപ്പം ഒരു 2-3 ദിവസം മുമ്പത്തെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്കത് നോക്കുമ്പോൾ ഇന്ന ദിവസം സ്പെഷ്യലായിട്ട് ഇതൊക്കെ സംഭവിച്ചത്, അന്ന ദിവസം അതൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. ആ വീഡിയോയിലൂടെ നമ്മുടെ പ്രസന്റേഷനിലൂടെ കാണാൻ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം വരും. അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന ഒരു മേഖലയാണ് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയായതുകൊണ്ടും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കൊണ്ടുമാണ്, ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു ഒരിക്കലും പൈസയ്ക്ക് ഒബ്വിയസ്ലി നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്, അത് സെക്കൻഡറി ആണ്. എന്നെ സംബന്ധിച്ച് അത് പ്രൈമറി അല്ല. എൻ്റെ ഫ്രണ്ട്സിനും ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം, എന്നെ സംബന്ധിച്ച് അത് പ്രൈമറി അല്ല. ഞാൻ എപ്പോഴും അത് സെക്കൻഡറി ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് പ്രൈമറി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്, ചെയ്യുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്ക് കുറെ പേരെ അറിയാം, എനിക്ക് പേഴ്സണലി യൂട്യൂബ് ചാനൽ ഉള്ളവരെയൊക്കെ അറിയാം. അപ്പൊ അവരാണെങ്കിലും ഞാനിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാത്തപ്പോഴത്തേക്ക് ഞാൻ ചോദിക്കാറുണ്ട്, എന്താ വീഡിയോസ് ഇടാത്തെ, അപ്ലോഡ് ചെയ്യും, പറ്റുന്ന അത്രയും ഇപ്പം വോയിസ് കൊടുത്ത് അല്ലാണ്ടും ചെയ്യും. കാരണം എനിക്ക് പറ്റിയ ആ ഒരു ഇത് അറിയാം, ഇൻസിഡന്റ് അറിയാം. എനിക്ക് ആ വ്യൂസ് ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി ഞാൻ കുറെ കരഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കരുത്, മാക്സിമം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ചാനലിന് ഒരു ഗ്രോത്ത് കിട്ടാറുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് തന്നെയാണ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കും. അപ്പം ഉള്ളതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇപ്പം എനിക്ക് പേഴ്സണലി ഡിഞ്ചു ചേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ആളിൽ കണ്ടൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആള് എങ്ങനെ പോയാലും ദിവസവും 3 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സ്ഥിരമായിട്ട് ആളുടെ വീഡിയോസ് കാണാറുള്ളതാണ്. ദിവസം ഇങ്ങനെ പോയാലും ആളൊരു 3 വീഡിയോസ്, ഇത്രയും ഞാൻ കണ്ടു തുടങ്ങിയിട്ട് മാസങ്ങളായി, ഇത്രയും നാളെ ആൾ കീപ്പ് ചെയ്തൊരു ക്വാളിറ്റിയാണ് ദിവസവും 3 വീഡിയോസ് വെച്ച്. അപ്പൊ ഒരിക്കലും നമുക്ക് കണ്ടന്റ് കിട്ടുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ആൾക്ക് 3 എണ്ണമൊക്കെ വെച്ച് ഒരു ദിവസം ഇടാൻ കിട്ടുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? ആൾ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പം ആളുടെ പൊതുവെ ഗാർഡൻ വീഡിയോസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല? എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ 7 മണിക്കും വൈകിട്ട് 7 മണിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ കറന്റ് കുറച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്തുകൊണ്ട് കണ്ടന്റ് കിട്ടാതെ ഇരിക്കുന്നു? അതൊരു കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരു മുടന്ന ന്യായമല്ലേ? അല്ലേ? നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്ക്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കിട്ടും. ഇപ്പൊ ഞാൻ ഒരു ദിവസം 3 വീഡിയോസ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് എന്റെ ചാനലിലെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ കുറ്റം തോന്നുക. കാരണം ഞാൻ മനഃപൂർവ്വം ഞാനിപ്പോ വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ എനിക്കത് കിട്ടാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ പോകുന്നത്. നമ്മളൊരു മെയിൻ വില്ലൻ, നമ്മളാണ് നമ്മുടെ ലൈഫിന്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. നമ്മളത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഒരിക്കലും ഇല്ലാണ്ടായി പോകത്തില്ല. എന്തായാലും നമ്മുടെ ഫാമിലി 3K+ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. എത്ര താങ്ക് യു പറഞ്ഞാലും അതൊന്നും മതിയാവില്ല. എപ്പോഴും നമ്മുടെ ചാനൽ ചെറുതായിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഒരിക്കലും ഇവിടെ വരെയെങ്കിലും എത്തും എന്നും പറഞ്ഞ് യൂട്യൂബ് തുടങ്ങിയ ഒരാളെ അല്ല. ജസ്റ്റ് ആദ്യം വെറും 4 സബ്സ്ക്രൈബേഴ്സിൽ തുടങ്ങിയ ആളാണ് ഞാൻ. ഇപ്പം 3K+ കൊണ്ട് അത് എല്ലാവർക്കും സംബന്ധിച്ച് 3K വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് 3000 പേര് ഒരു ഹാളിൽ നിൽക്കുന്ന 3000 people in a hall എന്നോ അല്ലെങ്കിൽ ഇന്നെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ